വംശനാശ ഭീഷണി നേരിടുന്ന കുളവെട്ടി മരങ്ങൾക്ക് തണലായി വിദ്യാർത്ഥികൾ. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ബോട്ടണി വിഭാഗം വിദ്യാർത്ഥികളാണ് കുളവെട്ടി മര തൈകൾ ശാസ്ത്രീയമായി ഉൽപ്പാദിപ്പിച്ചത്. തൈകൾ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയെടുക്കുന്ന നഴ്സറിയുടെ പ്രവർത്തനോദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ലോകത്തിലാകെ അവശേഷിക്കുന്ന കുളവെട്ടി മരങ്ങളുടെ എണ്ണം 400-ൽ താഴെയാണ്. ഇവയിൽ 150 എണ്ണവും കുന്നംകുളത്തെ കലശമലയിലാണ്. ഇത്തരം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിൽ സെന്റ് തോമസ് കോളേജ് മുൻപും പങ്കാളികളായിട്ടുണ്ട്. കുളവെട്ടി മരങ്ങൾ കേരളത്തിലാകെ വ്യാപകമാക്കുന്നതിനുള്ള പദ്ധതിയാണിപ്പോൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയത്. വിത്ത് പാകി മുളപ്പിക്കുന്നതിനേക്കാൾ വേഗതയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് നഴ്സറി സൃഷ്ടിക്കുന്നതാണ് പദ്ധതി. എളവള്ളിയിലെ പൂത്തുലഞ്ഞ കുളവെട്ടി മരങ്ങളിൽ നിന്നും ഇളം ശാഖകൾ ശേഖരിച്ച് ഇൻഡോർ 3 അസറ്റിക് ആസിഡിന്റെ നേർപ്പിച്ച ലായനിയിൽ മുക്കിയ ശേഷമാണ് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി നിറച്ച കവറുകളിൽ നടുന്നത്. ഈ രീതി പ്രകാരം ഇളം ശാഖകൾക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ വേര് പിടിക്കും. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ധനസഹായവും പദ്ധതിക്ക് അനുവദിച്ചിട്ടുണ്ട്. ശുദ്ധജലം സംരക്ഷിക്കുന്നതിനും വെള്ളത്തിന്റെ കുത്തിയൊലിപ്പ് തടയുന്നതിനും മണ്ണിടിച്ചിൽ തടയുന്നതിനുമുള്ള കഴിവുള്ള മരങ്ങളാണ് കുളവെട്ടി മരങ്ങൾ. വിദ്യാർത്ഥികളുടെ പദ്ധതിയിലൂടെ അതിതീവ്ര വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ നിന്നും കുളവെട്ടി മോചിതമാകും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.